ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട്? ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുവോ? ക്രൂരമായി. നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ്. ഒരു കൊലപാതകിയല്ല, ഒരു തീവ്രവാദിയല്ല, പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല. മദ്യപിച്ചു എന്ന് കള്ളക്കേസുണ്ടാക്കി. പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ, വല്ലോന്റെ മക്കളല്ലേ, എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. ഒരു നാണവുമില്ല. ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്തത്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല, എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല. മുഖ്യമന്ത്രി സാറേ, പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത്, നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത്. സാർ, ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത്? എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ LC സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത്. എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല. ആ പാവം പറയും എന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു LC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. എന്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ. മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടൻ പറഞ്ഞു. കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ്. നാണം കെട്ട പോലീസ്. നിങ്ങള് അരിമ്പൂരിൽ, പിന്നെ അന്തിക്കാട് തോർത്തില് കരിക്ക് ചുരുട്ടിയിട്ട് ഇടിച്ചത് ഇവൻ ആരാണ്? ആക്ഷൻ ഹീറോ ബിജുവാ. സിനിമയിൽ കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ്. നിസ്സാര കേസിലാണ്. ചിറയൻകീഴിൽ പെപ്പർ സ്പ്രേ. നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത്? പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി, ക്യാൻസർ രോഗി, അയാൾ കരഞ്ഞു പറഞ്ഞു, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്, നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, CCTV നോക്ക് എന്ന് പറഞ്ഞു. അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി. ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അടൂരിൽ നിങ്ങളുടെ DYFIയുടെ മേഖലാ സെക്രട്ടറി അല്ലേ 2 മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞെന്താ? ആ മർദ്ദനത്തെ തുടർന്നാണ്, ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്ന അയാൾ മരിച്ചത്. ഒരു അസുഖം ഇല്ലായിരുന്ന ഒരാൾ. DYFIയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത്. DYFI നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വർണ്ണമോതിരം ഇടിച്ചാണ്, അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ, സ്വർണ്ണമോതിരം ഇടിച്ചാണ് പരാതി. എന്നിട്ട് അവനെ DYFI നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. ശരി, ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ 51 വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ, അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ, ക്രിമിനലുകൾ. പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ, അവരെ നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലല്ല, മദ്യം വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം മേടിച്ചു കൊടുത്തു, 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി. ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ, 100 കണക്കിന് ആളുകളാണ് ഇപ്പൊ CCTV ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. പീച്ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിന്റെ ഉടമയുടെ മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്, എത്ര ക്രൂരമായിട്ടാണ്. എന്ത് കാര്യത്തിനാ? അടിച്ച് പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അടിച്ച് പേടിപ്പിച്ചിട്ട് പറയാ പോക്സോ കേസിൽ കൂടി നിന്നെ കൊടുത്തു, അതുകൊണ്ട് 5 ലക്ഷം തന്നേക്കാം. 5 ലക്ഷം തന്നേക്കാൻ പറയാ. നിങ്ങളുടെ
നിങ്ങളുടെ പ്രകടന പത്രികയില് ഐറ്റം നമ്പർ 835 ഉണ്ട്. എന്താണ്? പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തും. ഇതാണ് നടക്കുന്നത്. ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അറിയല്ലോ. മുഖ്യമന്ത്രി അങ്ങല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. അങ്ങയുടെ കീഴിൽ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? ഈ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നത് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയാലോ. അവരുടെ അടുത്ത് പരാതികൾ വന്നിട്ടുണ്ടല്ലോ. ഈ കേസുകളിൽ നിരവധി. ഈ ഡിവൈഎഫ്ഐക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് ചോദിച്ചു. ഇവിടെ ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടിയെടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത്? ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് റഷ്യയിലെ സ്റ്റാലിന്റെ ഗുലാഗുകളെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോർച്ചറിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ 3-ാം തീയതി ഇത് പുറത്തു വന്നാണ്. 3-ാം തീയതി അതിനെ തുടർന്ന് നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു.